സിസ്റ്റർ പവിത്രയെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കണം. ആ നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ ഉണ്ടാവണം. അച്ഛനെന്താ ഈ പവിത്രയുടെ കാര്യത്തില് ഒരു പ്രത്യേക താല്പര്യം? ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. ഉറപ്പായിട്ടും ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നെങ്കിലും ഈ പെണ്ണിന് രാജുവിനോടൊരു ചെറിയ ഇളക്കം തോന്നിയതായിരിക്കാം. അല്ല, അങ്ങനെയാണെങ്കിൽ രാജു പഴയതെല്ലാം മറന്നേക്കാൻ അവളോട് പറയേണ്ട കാര്യം എന്തായിരുന്നു? മനസ്സിനാകെ കുഴപ്പമായല്ലോ ദൈവമേ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ രാജു തുറന്നു പറയായിരുന്നല്ലോ. രാജു, എന്താ ആ പെണ്ണിന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ഏത് പെണ്ണിന്റെ? ഏത് പെണ്ണിന്റെയോ? ഇപ്പൊ നമ്മൾ സംസാരിച്ച പെണ്ണില്ലേ, നന്ദന, അവളുടെ കാര്യം ചോദിച്ചത്. ആ ശരിയാ, അവൾക്ക് എന്തോ ഒരു ചെറിയ കുഴപ്പം എനിക്കും തോന്നി. ഒരു 10 പൈസയുടെ കുറവ് പോലെ. അവളെ രാജു നേരത്തെ അറിയോ? ദൈവമേ, ഋതുവിന് വല്ല ഡൗട്ടും അടിച്ചോ? ആദ്യമേ തന്നെ സത്യം തുറന്നു പറയേണ്ടതായിരുന്നു. രാജു, രാജു ചോദിച്ചതിന് മറുപടി പറയാത്ത എന്താ? ഋതു എന്താ ചോദിച്ചേ? രാജു വല്ലാതെ ആബ്സെന്റ് മൈൻഡിലാണല്ലോ. രാജു, ആ നന്ദനെ നേരത്തെ അറിയോന്ന്? എവിടെ? ഞാനെങ്ങനെ അറിയാനാ? ഞാൻ ഇവിടെ കല്യാണം ആലോചിച്ച് വന്നപ്പോഴല്ലേ ആദ്യമായിട്ട് കാണുന്നതന്നെ. രാജു ഈ പറഞ്ഞത് കള്ളമാണെന്ന് രാജുന്റെ മുഖം തന്നെ വിളിച്ചു പറയുന്നുണ്ട്. അല്ല, ഞാൻ ചോദിച്ചതേ, കോളേജിൽ പഠിച്ച കാലത്ത് ഇവളും ആ കോളേജിൽ ഉണ്ടായിരുന്നോന്നാ? എന്റെ കൂടെ ഇവള് കോളേജിലൊന്നും പഠിച്ചിട്ടില്ല. അച്ഛൻ പറഞ്ഞു തന്നൊരു കാര്യം ഞാൻ ഓർക്കാതിരുന്നതാ തെറ്റ്. ഭാര്യയോട് മാത്രം ഒരു നുണയും പറഞ്ഞേക്കരുതെന്ന്. ഇപ്പൊ ഒരു കാര്യമില്ലാത്ത കാര്യത്തിനും നുണ പറഞ്ഞും പോയി. ഇനി തിരുത്താനും വയ്യ. കുരുക്കാവോ ഈശ്വര. ഞാനേ ഇപ്പൊ വരാവേ. ഇതെന്തോ കുഴപ്പം തന്നെയാ. രാജു നുണ പറഞ്ഞതാ. ഈ രാജു എന്തിനാ എന്നോട് നുണ പറയുന്നത്? ഹലോ സർ. രാത്രി വിളിച്ച് ശല്യപ്പെടുത്തിയതിന് ഞാൻ ആദ്യമേ തന്നെ സോറി പറയാം. അതിന് പാതിരാത്രിയൊന്നും ആയില്ല സർ. എന്നാലും സന്ധ്യ കഴിഞ്ഞാൽ രാത്രി എന്നാണല്ലോ പറയാറുള്ളത്. ഞാൻ ഇപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. എല്ലാ കാര്യത്തിനും അതിൻ്റെതായ പ്രൊസീജിയേഴ്സും പ്രിൻസിപ്പിൾസും ഇല്ലേ സിസ്റ്റർ? സാർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മറ്റു കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകണമെങ്കിൽ സിസ്റ്ററുടെ ഒരു സൈൻ കൂടി വേണം. അതിനെപ്പോഴാ വരേണ്ടത് സർ? ഞാൻ എൻ്റെ ഓഡിറ്ററോട് ചോദിച്ചിട്ട് കൃത്യസമയം പറയാം. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ് സർ. നന്നായി പ്രതാപ, നിനക്കിപ്പോ മറ്റു തിരക്കുകളൊന്നും ഇല്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് സ്പീഡാക്ക്. സ്പീഡാക്കണം. എൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന് എല്ലാവരുടെയും മനസ്സുകൊണ്ടുള്ള സപ്പോർട്ടും വേണം. എന്റെ ഫുൾ സപ്പോർട്ട് നിനക്കുണ്ട് പ്രതാപ. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴേ ഋതുമോളുടെയും രാജുവിന്റെയും സാന്നിധ്യം വേണ്ടേ? നീ അവരോട് പറഞ്ഞു ഈ കാര്യം? പറഞ്ഞില്ല, ഞാൻ പറയാൻ തുടങ്ങായിരുന്നു.
എന്തായാലും ചേച്ചി ഓർമ്മിപ്പിച്ച നന്നായി. ഞാൻ പോയി അവരൊന്ന് വിളിക്കട്ടെ. അയ്യോ വേണ്ട, ഞാൻ പോയി വിളിക്കാം. ഉം. എന്താ അച്ഛാ? എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം നടക്കാൻ പോവുക. ആ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് സിസ്റ്റർ പവിത്രയാണ്. അപ്പോ സിസ്റ്റർ പവിത്രയെ കൊണ്ട് എഗ്രിമെന്റ് സൈൻ ചെയ്യിപ്പിക്കണം. ആ നല്ല കാര്യം നടക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും എൻ്റെ കൂടെ ഉണ്ടാവണം. അച്ഛനെന്താ ഈ പവിത്രയുടെ കാര്യത്തില് ഒരു പ്രത്യേക താല്പര്യം? ഒരു മകൾ എന്ന നിലയ്ക്ക് എനിക്കത് മനസ്സിലാവുന്നില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. ഋതു, മര്യാദയ്ക്ക് സംസാരിക്കുക. നീ ആരോടാ സംസാരിക്കുന്നുള്ള ഓർമ്മ വേണം. നീ എന്തുദ്ദേശിച്ചാടി അങ്ങനെ പറഞ്ഞത്? എനിക്കത് മനസ്സിലായില്ല. പറയേ നീ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്? സർ, സോറി സർ. ഇവളത് അറിയാതെ പറഞ്ഞു പോയതാ. സാർ ഒന്ന് ക്ഷമിച്ചേക്ക്. ഋതു ഒന്ന് വന്നേ. ഇങ്ങോട്ട് വരാൻ വാ. കേട്ടില്ലേ അവള് പറഞ്ഞത്? 10 ഗുണം 10 ഗുണം. തള്ളയുടെ അതേ അഹങ്കാരം അവക്ക്. മുളയിലേ നുള്ളണമായിരുന്നു. ഋതു, എന്താ? ആരോടാണ് ഋതു സംസാരിച്ചെന്ന് ഓർമ്മയുണ്ടോ? നല്ല ഓർമ്മയുണ്ട്. എന്റെ അച്ഛനോട്. എന്താ, അതെന്റെ അച്ഛനല്ലായിരുന്നോ? സാറിനോട് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. അതെന്താ വർമ്മ സാറിനോട് അങ്ങനെ സംസാരിച്ച? അച്ഛനാണെന്ന് വെച്ച് എനിക്ക് പറയാനുള്ള കാര്യം പറഞ്ഞൂടെ? വർമ്മ സാറിനോട് ഇങ്ങനെയൊന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതെ, ആരും ഇതുവരെ പറയാത്തത് കൊണ്ടാണല്ലോ എന്റെ അച്ഛൻ നിന്ന് ഓരോ ആപത്തിൽ പെടുന്നത്. ഋതു, ഞാൻ എന്തെങ്കിലും എന്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്റെ അച്ഛന്റെ നല്ലതിന് വേണ്ടിയാ. അച്ഛൻ വെറുതെ മറ്റുള്ളവരുടെ മുൻപില് നാണം കെടാതിരിക്കാനാ. ആയിക്കോട്ടെ, എന്നാലും ഇപ്പൊ ചെയ്തിത്തിരി കൂടിപ്പോയി. ഇവര് തമ്മിൽ ഇങ്ങനെ വഴക്കിടാറില്ലല്ലോ. എന്തോ തക്കതായ കാരണമുണ്ട്. ഞാനും അച്ഛനും തമ്മിലുള്ള പ്രശ്നങ്ങള് ഞങ്ങൾ പരിഹരിച്ചോളാം. രാജു അതിൽ ഇടപെടണ്ട. നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഋതു. നിനക്കിപ്പോ എന്താ പറ്റിയേ? എനിക്ക് എന്താ പറ്റിയെന്ന് അറിയില്ലേന്ന് എല്ലാരും എന്നോട് വിശ്വാസവഞ്ചനയെ കാണിക്കുന്നത്. അത് അച്ഛനായാലും ഭർത്താവായാലും.